കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഷെനാറിയോയിൽ സമുദായ ശക്തികൾ വളരെ പ്രോമിനൻ്റായിട്ട് വരുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള ഈ മെജോറിറ്റി കമ്മ്യൂണിറ്റിയും മൈനോറിറ്റി കമ്മ്യൂണിറ്റി കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്. ഇപ്പം പൊതുവേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഇവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഈസ് കൺസോൾട്ടേറ്റിംഗ് അഗെയിൻസ്റ്റ് LDF എന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അത് ബിലീവ് ബേസിക്കലി നമ്മുടെ റിലീജിയൻ ആണെങ്കിലും ഈ മതജാതി സംഘടനകൾ അവരുടേതായിട്ടുള്ള പങ്കുവയ്ക്കുക, അതിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയാകുന്ന അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം ചെറിയതല്ല വലിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഞാനൊരു ജൈന സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഞങ്ങളാകെ 1500 ആൾക്കാരെ ഇപ്പോൾ ഉള്ളത് വയനാട്ടിൽ. എൻ്റെ ഗ്രാൻഡ് ഫാദർ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബ്രദർ ദിനേന്ദ്രൻ്റെ സമയത്ത് എത്ര ആൾക്കാരെ നമുക്ക് ആലോചിക്കാം. എങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്? എൻ്റെ പിതാവ്, ഞാൻ, നിരവധി ജില്ലാ കൗൺസിൽ അംഗമായിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്, ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അതാണ് കേരളത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് അതിനെ നേരെ മറിച്ചൊരു ജാതി മത ചിന്തയിലെത്തിച്ച അതിനെ പൊളിറ്റിക്സ് ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹെറിറ്റേജ് അല്ല, അത് ശരിയുമല്ല. അപ്പോൾ എനിക്കെൻ്റെ വിശ്വാസമാണ്, അത് വിശ്വസിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷെ അതും എൻ്റെ രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കേണ്ടതില്ല. അതൊരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് അല്ല, എൻ്റെ കൃത്യമായ നിലപാടാണ്. ഐഡിയലിസ്റ്റിക് അല്ല, അങ്ങനെയാണ് ഞങ്ങൾക്ക് വളർന്നു വന്നത്. ഇപ്പം എന്നോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പാർട്ടിയിൽ ഈഴവൻ ആരെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ജേക്കബ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണെന്നറിയാം. ഇപ്പോൾ ഒരാൾ പേര് നായരുണ്ടെന്ന് നായരെന്ന് അറിയാമെന്നല്ലാതെ എന്നോട് ഒരിക്കലും ചോദിച്ചു 2009 നിങ്ങളൊരു ഈഴവൻ സ്ഥാനാർത്ഥിനോ അവൻ എനിക്കറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വളർന്നിട്ടില്ല. കാരണം ഒരു സമുദായത്തെ നോക്കിയോ മതത്തെ നോക്കിയോ ജാതിയെ നോക്കിയോ ഒന്നും രാഷ്ട്രീയത്തെയോ ജീവിതത്തെയോ അല്ലെങ്കിൽ ബന്ധങ്ങളെയോ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ള ഐഡിയലിസ്റ്റിക് അല്ല. അത് ഞങ്ങളുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഭാഗമാണ്. മനുഷ്യരെ നോക്കുക എന്നല്ലാതെ അത് ഏത് ജാതിയാണ്, താണജാതി, മുന്തിയ ജാതി, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂ അല്ല. മനുഷ്യനാണോ എന്ന് മാത്രം. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ കേരളത്തിൻ്റെ പോൾ ഷെനാറിയോയിൽ അങ്ങനെ ചില ട്രെൻഡ്സ് അല്ലെങ്കിൽ ആ ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് ഗുണകരമല്ല. ഉണ്ടോ എന്നുള്ളത് താങ്കളൊരു ഒബ്സർവർ എന്നുള്ള എനിക്കത് കാണുന്നുണ്ടോ? അങ്ങനെ ഒരു താരതമ്യേന കുറവാണ്, പക്ഷേ ചെറിയ തോതിലുണ്ട്. ഇറ്റ്സ് ഗ്രോയിങ്. ഐ ഹോപ്പ് ഇറ്റ് വോണ്ട് ഗ്രോ. ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരില്ല. അപ്പം ഈ പറഞ്ഞു കേൾക്കുന്ന ഈ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ, അത് മുസ്ലിം കമ്മ്യൂണിറ്റി ഡിസൊല്യൂഷനാണ് LDFൽ കൂടുതലായിട്ട് UDFന്. അങ്ങനെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ, ഹിന്ദു കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഇതൊക്കെ പറയാമെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ആൾക്കാർ ആ രീതിയിൽ ചിന്തിക്കുന്നുള്ളത്. കാരണം മതാധിഷ്ഠിത രാഷ്ട്രീയമല്ലല്ലോ ഇവിടെ, ഇഷ്യൂ ബേസ്ഡ് അല്ലേ. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ LDFന് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന എന്താ റീസൺ ഉള്ളത്? ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് എന്താ റീസൺ ഉള്ളത്? ഏതെങ്കിലും ഭാഗത്തേക്ക് ഗാൽവനൈസ് ചെയ്യുന്ന റീസൺസ് എന്താ ഉള്ളത്? അത് കുറേം കൂടി ഒരു മെച്ചുവേർഡായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഒരു നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ, ഒരു എൻവയോൺമെൻറ്റിനെ വിഷ്യേറ്റ് ചെയ്യാൻ പല നേതാക്കന്മാരും നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഞാനത് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് സ്പെസിഫിക്കലി ടാർഗറ്റിംഗ് മുസ്ലിം കമ്മ്യൂണിറ്റി. അത് എഗൈൻസ്റ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി ആണോ ലീഗായിരുന്നോ? അത് ഇൻ്റർപ്രിട്ടേഷനാണ്. ദാറ്റ്സ് ഓൾ. ഞാൻ പറയുന്നത് ഏതൊരു നേതാവും ഏതൊരാളും ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റീനെ വേർതിരിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ പറയാം, അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു ഗുണകരമല്ല. കാരണം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ എന്ന്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? എനിക്കെന്താ ക്യാമറമാൻ്റെ പേരെന്താ? അനീസ്. ഞാനൊരു ജൈനൻ, നിങ്ങളൊരു ക്രിസ്ത്യാനി, അദ്ദേഹം ഒരു മുസ്ലിം. നമ്മൾ തമ്മിൽ വലിയ കുഴപ്പമുണ്ടോ? ഇല്ല. എന്തിനാ കുഴപ്പം? അതെന്നെ ചോദ്യം, എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്? അപ്പോൾ അത് എന്താണ് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട? ഞാൻ പേര് അറിയാൻ വേണ്ടി ചോദിച്ചാൽ അത്. അപ്പം അദ്ദേഹം അനീസ്, ജേക്കബ്, ശ്രേയംസ് കുമാർ. ഞാൻ ചോദിക്കുന്നത് നമ്മൾ എത്ര കോർഡിയലായിട്ട് അവിടെ ഇരിക്കുന്നത്? അതല്ലേ പ്രത്യേകിച്ചൊരു കേരളം പോലൊരു സൊസൈറ്റിയിൽ നമ്മൾ പരസ്പരം നമുക്ക് സ്നേഹം വേണ്ടേ? നിറച്ച് വിദ്വേഷം വന്നു കഴിഞ്ഞാലോ
അനീസ് എൻ്റെ വീട്ടിൽ കിടക്കാൻ പാടില്ല, ജേക്കബ് നിങ്ങൾ പുറത്ത് നിൽക്കൂ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ല ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളൊരു 1000 ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയുള്ള പുറത്ത്, ഇതാണോ വേണ്ടത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ, അതിനപ്പുറം വേറെന്ത് രാഷ്ട്രീയം ഉള്ളതെന്ന്? അതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല, അതൊക്കെ മാറും, അതൊക്കെ ഈ പുതിയ തലമുറ തിരിച്ചറിയും. കാരണം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. എന്തൊക്കെ പറഞ്ഞാലും മാനുഷിക മൂല്യങ്ങളും മനുഷ്യർ തമ്മിലുള്ള ബന്ധവും സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രാഷ്ട്രീയത്തിനപ്പുറം അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമോ? ആ കേരളത്തിൽ സമാധാനമുണ്ട്. അപ്പോൾ ഈ മുസ്ലിം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് എന്നാണ് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. വേറൊരു പാരലായിട്ട് വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ. മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാം, ഓക്കെ. പക്ഷേ നമ്മൾ ഈ പറയുന്ന പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു ജനാധിപത്യ മതേതര പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ആ പാർട്ടിയിൽ മെജോറിറ്റി മുസ്ലിംസ് ആയതുകൊണ്ട് ഒരു പ്രശ്നം വരും. മുസ്ലിം ലീഗിനെ പറയുമ്പം അത് ആ കമ്മ്യൂണിറ്റിയെ പറയുന്നതിന് തരത്തിലുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യമല്ല അങ്ങനെ ഒരു. ഞാൻ പറഞ്ഞില്ല, കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പരസ്പരം ആരാണെങ്കിലും പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സംഗതിയും ഇവിടെ ഭൂഷണമല്ല. പക്ഷേ ശ്രേയംസ് കുമാർ പറഞ്ഞ ഒരു നിലപാടല്ല മുഖ്യമന്ത്രി ആ കാര്യത്തിൽ മറുപടി പറഞ്ഞത്. ഞാൻ കേട്ടില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ ഇത് മുസ്ലിം ലീഗാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങൾക്ക് പൊളിറ്റിക്കലി പറയാം, പക്ഷേ ഒരു ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിംസിനെതിരാവുക? ബിക്കോസ് മുസ്ലിം ലീഗ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ല, അങ്ങനെയല്ല. മുസ്ലിം ലീഗിൽ എല്ലാ ആൾക്കാരും അല്ലല്ല. ഇപ്പം ഇവിടെ അല്ല, മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സീറ്റുകൾ കിട്ടുന്ന ഒരു ജില്ലയെ കുറിച്ചാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന് വരും മുസ്ലിം വോട്ട് മാത്രമാണോ കിട്ടുന്നത്? അല്ലല്ലോ. ഇപ്പോൾ ജയന്തി പിന്നെ മുസ്ലിം ലീഗിന് അതല്ല, വോട്ട് മാത്രമല്ല. അല്ലല്ല, ഞാൻ പറയുന്നത് ഇവിടെ മത്സരിക്കുന്നവരാ ജയന്തി നടരാജ, അവരൊരു പിന്നെ ട്രൈബൽ ഞാൻ അത് തന്നെ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു മുസ്ലിം മാത്രമല്ല ലീഗിന് കിട്ടുന്നത്. അല്ലല്ല, മുസ്ലിം ലീഗ് എന്നൊരു പേരിലുകൊണ്ട് മുസ്ലിംസിനെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന ലീഗാന്നുള്ള ഇന്റർപ്രിട്ടേഷൻ ഇവിടെ വേണ്ട. എല്ലാ എല്ലാ പാർട്ടിയിലുണ്ട്, CPM-ലുണ്ട്, കോൺഗ്രസിലുണ്ട്. ഞാൻ പറയുന്നത് ആ സമുദായം എല്ലാ പാർട്ടിയിലുണ്ട്. അങ്ങനെ മുസ്ലിമുകളുടെ മൊത്തം അവകാശമൊന്നും പിന്നെ ലീഗിനില്ല. ഇപ്പൊ ലീഗിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം മുസ്ലിമുകൾക്കെതിരെ അതിന് കാരണം ഞാൻ പറയുന്നത് എല്ലാ പാർട്ടിയിലും പിന്നെ ഈ എല്ലാ സമുദായങ്ങളും ഉണ്ട്. അതാരും അവകാശമല്ല. ലീഗിനെ കുറിച്ച് പറയുന്നത് പൊളിറ്റിക്കലാണ്. അത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ഒരു ഐഡൻറ്റിറ്റി പറഞ്ഞിട്ട് ഒരു പാർട്ടിയെ ഒഫൻഡ് ചെയ്യുന്നത് ശരിയാണോ? അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. വൈ ഡു വോണ്ട് മീ ടു കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്? നമ്മുടെ കേരളത്തിൽ ഒരിക്കലും തമ്മിൽ സ്പർദ്ധ നടത്തുന്ന ഒരു കാര്യങ്ങളും നടക്കാൻ പാടില്ല. അതല്ല കേരളത്തിൻ്റെ പിന്നെ പാരമ്പര്യം, കേരളത്തിൻ്റെ സംസ്കാരം, അതല്ല. അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. ഓക്കെ, വെൽ സെഡ്. താങ്ക് യു.